ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു കുക്കിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് കറ്റാർ വാഴ. ഇതിൻ്റെ ഔഷധ ഗുണമൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇന്ന് ഞാൻ ഇതുകൊണ്ടൊരു പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇത് കട്ട് ചെയ്ത് ഒരു 2 മണിക്കൂറെങ്കിലും ചാരി വയ്ക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ കറ വാർന്നിങ്ങനെ പോകും. എന്നിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം ഈ 2 സൈഡിലുള്ള മുള്ളുകൾ പോലെ കാണുന്ന ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇനി ഇതിൻ്റെ ഒരു സൈഡിലുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ വകഞ്ഞ് കട്ട് ചെയ്യണം. കംപ്ലീറ്റ് അങ്ങ് കട്ടായി പോരുത്, ചെറുതായിട്ടൊന്ന് വകയണം. അപ്പം നമുക്ക് സ്ക്വയർ പീസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഒരു സ്പൂണോ മറ്റോ എടുത്തിട്ട് ഈ വകഞ്ഞ ഭാഗത്ത് നിന്ന് ഇതൊന്ന് പ്രസ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്ക്വയർ പോലെ തന്നെ കിട്ടുകയും ചെയ്യും. ഇതിന് നല്ല വഴുവഴുപ്പാണ്. ഇത് മാറിക്കിട്ടാനായിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകണം. അപ്പോൾ കംപ്ലീറ്റ് വഴുവഴുപ്പും മാറിക്കിട്ടും. അപ്പോൾ ഇത് തമ്മിൽ ഒട്ടാതെ തന്നെ കിടക്കും. ഇനി പാത്രം ചൂടായി ഇതിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇതിനകത്തോട്ട് ഈ കറ്റാർ വാഴ ജെല്ല് ഇട്ട് കൊടുത്തു. ഒപ്പം തന്നെ ഞാൻ 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് വഴറ്റിയെടുക്കുകയാണ്. പഞ്ചസാര ഇപ്പോൾ ഇട്ടെന്തെന്ന് വെച്ചാൽ ഇതിനകത്തോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും, ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല. ഇനി ഞാൻ 2 ഗ്ലാസ് പാലൊഴിക്കുകയാണ്. ഇനി ഞാൻ ചവ്വരി ഒരു 50 ഗ്രാം കുതിർക്കാൻ വച്ചിരുന്നു. ഒരു മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത ചവ്വരിയാണ് ഇട്ട് കൊടുക്കാൻ പോകണം. ഇനിയൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ചവ്വരിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ കുതിർക്കാൻ വച്ചിരുന്നതുകൊണ്ട് വലിയ വേവിൻ്റെ ആവശ്യവുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 1 കവർ വിൽമ പാൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം. ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര മാത്രമേ ഇട്ടുള്ളൂ. പഞ്ചസാരയൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇതിൽ ഒരല്പം ബുദ്ധിമുട്ടായി തോന്നുന്നത് കറ്റാർവാഴയുടെ ജെല്ലെടുക്കുന്നതാണ്. അത് നമുക്ക് ടൈം കിട്ടുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ജെല്ലെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നെ നമുക്ക് പായസം വയ്ക്കുമ്പോൾ എടുത്താലും മതിയല്ലോ. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാൻ ട്രൈ ചെയ്യുക. ഇനി ഞാനൊരു 1/4 സ്പൂണ് ഏലക്ക പൗഡർ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. ഇനി വറുത്ത് വച്ചിരിക്കുന്ന കിസ്മിസ് ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. നല്ല പായസമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.